എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. നമ്മിൽ പലരും, പ്രത്യേകിച്ച് റിട്ടയേർഡായ ആൾക്കാർക്കുണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇവരുടെ നീണ്ട സർവീസിന് ശേഷം ഇവരവസാനം കുടുംബത്തിൽ ഒരു റിട്ടയർമെൻറ്റ് ടൈറ്റിൽ വീട്ടിലെത്തിച്ചേരുന്നു. എന്നാൽ ഈ റിട്ടയർമെൻ്റ് ആയവർ വരുന്നത് പല മേഖലകളിൽ നിന്നായിരിക്കും. ഒരു ചിലർ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഗ്രൗണ്ട് എഞ്ചിനീയേഴ്സൊക്കെ ആയിരിക്കാം. ഒരു ചില കൂട്ടർ മിഷനറീസിൻ്റെ ഫാക്ടറിയുടെ ഉള്ളുകളിൽ വലിയ ഉച്ചപ്പാണ്ടി ഇടയ്ക്ക് നിന്ന് ജോലി ചെയ്യുന്നവരായിരിക്കാം. ചിലവർ ഹെവി ഡ്യൂട്ടി ഡ്രൈവേഴ്സ് ആയിരിക്കാം. ഇവർ ചെയ്യുന്നത് എയർ ഹോൺ മുഴക്കും, അല്ലെങ്കിൽ പിന്നാലെ വരുന്ന വണ്ടികൾ എയർ ഹോൺ മുഴക്കും. പിന്നെ അവരുടെ സൗണ്ട്, ഡ്രൈവിങ്ങിൽ ഉണ്ടാകുന്ന സൗണ്ട്, ഇതെല്ലാം ഇവർ വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലും ഉപരി ഈ ട്രെയിൻ ലക്കോ പൈലറ്റ്സ് അവരും ഒത്തിരി സൗണ്ടിൽ ആ ഒരു സാഹചര്യത്തിൽ, അങ്ങനെ പല സാഹചര്യം. ചിലവർ മിഷൻ റൂമിൽ മാത്രം, ഇപ്പോൾ ഷിപ്പിലുണ്ടെങ്കിൽ മിഷൻ റൂമിൽ മാത്രം ഇരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിനൊക്കെ ഇപ്പോൾ ഒത്തിരി ഡിവൈസസൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഒരു ചിലർ അത് ഉപയോഗിക്കാറില്ല. സോ ഇവർ റിട്ടയർഡായി വരുമ്പോൾ വലിയ കുഴപ്പം, ഏത് മനുഷ്യൻ അവരുടെ ജോബിൻ്റെ ഭാഗമായി ഒരു 5% 10% ഇവർക്ക് ന്യൂനതകളുണ്ടാകും. ഇവർ റിട്ടയർമെൻ്റ് ആകുമ്പോൾ പലപ്പോഴും ഇവർ വീട്ടിലുള്ളപ്പോൾ ഇവരുടെ പോയ കാലങ്ങളെക്കുറിച്ച്, പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഭാര്യയോ മക്കളോ എന്തെങ്കിലും ചായയോ കാപ്പിയായിട്ടോ അടുത്ത് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യങ്ങൾ പറയാനായിരിക്കും. അവർ പറയുന്നത് അവരുടെ സാധാരണ പറയുന്നത് അവരുടെ സ്വരം അനുസരിച്ച് പറയുകയായിരിക്കും. ഈ സമയത്ത് ഈ അവരാരെ കേൾക്കണം ഉദ്ദേശിക്കുന്നു അദ്ദേഹം മറ്റൊരു ലോകത്തായിരിക്കും. അത് ഹൂവർ ഇറ്റ് മേ ബി. അപ്പോൾ അവരേത് ലോകത്ത് നിന്ന് ആരാണ് കേൾക്കേണ്ടതെന്നുള്ളത് അവരറിയുന്നില്ല, ഈ പറയുന്നവരും അറിയുന്നില്ല. അവിടെ പോകും. എന്തായിരുന്നാലും ഇവർ കേട്ടോ ഇല്ലയോ എന്നുള്ള ഒരു വ്യക്തത ഈ പറയുന്നവരും വരുത്താറില്ല, കേൾക്കുന്നവരും വരുത്താറില്ല. കാരണം അദ്ദേഹം ഏതെങ്കിലും ലോകത്തായിരിക്കാം, ചിന്തയുടെ ലോകത്തായിരിക്കും, പറയുന്നത് ശ്രദ്ധിക്കാൻ പറ്റാതായി പോകും. അപ്പോൾ ഇത് ചെറിയൊരു തുടക്കമാണ്. 1 2 3 ദിവസം കേട്ടില്ലെങ്കിൽ ആദ്യം സ്വന്തം ഭാര്യയിൽ നിന്ന് കേൾക്കേണ്ടി വരും. ഇങ്ങനെ പറയുന്നൊന്നും കേൾക്കില്ലയോ, ഇത് പൊട്ടനാണെന്നല്ലോ എന്ന് പിടിപിടുത്തു പോകുമ്പോൾ മക്കൾക്ക്, എന്താ അമ്മേ ഈ അങ്ങനെ പറഞ്ഞാൽ ചെവിയൊന്നും കേൾക്കില്ല, എന്നാൽ ഡോക്ടറിൻ്റെ അടുത്ത് പോകണ്ടേ. ഇത് ഒരു തുടക്കം മതി. ഇറ്റ് ഈസ് എ ബേസിക് പ്രൈമറി സ്കൂളിൽ, അല്ലെങ്കിൽ പിള്ളേർ നമ്മൾ LKG UKG വിടുമ്പോൾ കിട്ടുന്ന ഒരു ട്രെയിനിങ്ങിൻ്റെ പ്രാരംഭം പോലെയാണ് സ്വന്തം ഭാര്യ ആദ്യമായി കൊടുക്കുന്ന ഒരു ടൈറ്റിൽ. എന്നാൽ കുറച്ച് സൗമ്യതയും ഒക്കെ ഉള്ളപ്പം അവരങ്ങ് ചിരിച്ചു തള്ളും, അങ്ങനെ വലിയ സീരിയസ് ആക്കിയില്ല. പക്ഷെ അത് കാലങ്ങളിൽ അതൊരു വലിയ സീരിയസ് ആക്കി ഇയാളെ ഒരു പൊട്ടനൊന്നും വരുത്തി തീർക്കാൻ വലിയ സമയങ്ങളൊന്നും വേണ്ടി വരില്ല. അപ്പോൾ പിന്നെ വന്ന് സ്വാഭാവികമായിട്ട് ഇവർ കേട്ടില്ലേ എന്നാൽ ഇച്ചിരി ഉറച്ച പറഞ്ഞോളൂ. അപ്പോൾ ആ ഉറച്ച സംസാരിക്കുന്നതിൽ ഇങ്ങനെ കേൾക്കുമായിരിക്കാം. അപ്പോൾ ഇതിൽ മറ്റൊരു ചില കൂട്ടരുണ്ട്. ഈ പൊട്ടനെന്ന് പറഞ്ഞ് ഭാര്യ പറഞ്ഞു കൊള്ളുമ്പോൾ ഇയാളെ ചിരിക്കും, ഒക്കെ അത് കേൾക്കും, വലിയ സീരിയസായി എടുക്കില്ല. പക്ഷേ അത് സീരിയസായി എടുക്കാത്തവരാണ് അവസാനം പെട്ടുപോണത്. അവസാനം നല്ലൊരു PhD ഡിഗ്രി ഫോർ പൊട്ടനുള്ള ഡിഗ്രി അവർ വൈഫ് കൊടുക്കും. അത് പിന്നെ പതുക്കെ പടർന്ന് കുഞ്ഞുങ്ങളുടെ മുമ്പിലടി അങ്ങോട്ട് പറയുമ്പോൾ ഇത്തിരി ഉറച്ച പറയണേ. അങ്ങനെ ഈ മിഷനിലൂടെ സൗണ്ട് കേട്ട് ഈ എയർപോർട്ടിലൊക്കെ ജോലി നിങ്ങളുടെ സൗണ്ടെല്ലാം പോയി ഇത്തിരി ഉറച്ച പറ മക്കളെ എന്നത്.
അപ്പോൾ അവർ തമാശയാണെന്ന് കരുതിയിരിക്കാം, സത്യമാണെന്ന് കരുതിയിരിക്കാം, പക്ഷേ അതിന് ഗൗരവമായി ഇവരൊന്നും എടുക്കാറില്ല. സോ ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. സോ വിത്തിൻ നോ ടൈം അത് ക്യാൻസർ സെല്ല് പറയുന്ന കണക്ക് ആദ്യം ഭാര്യയിൽ നിന്ന് തുടങ്ങും, രണ്ടാമത് മക്കളിൽ നിന്നും തുടങ്ങും, സുഹൃത്തുക്കൾ ബന്ധുക്കളിൽ നിന്ന് തുടങ്ങും, അവസാനം നാട്ടുകാരും തുടങ്ങി ഒരു വിത്തിൻ 3-4-6 മന്ത്സിനുള്ളിൽ തന്നെ ഇദ്ദേഹം പൊട്ടണം എന്നുള്ളൊരു ടൈറ്റിൽ എല്ലാവരിലും എത്തിക്കഴിയും. അപ്പോൾ പാവം ഇതിൽ ഇവർ ഈ കാട്ടിക്കുന്ന കോലാഹലങ്ങൾ കേട്ട് ഇങ്ങനെ ചിരിക്കും, അത് പ്രതികരിക്കില്ല, സാരമില്ല പോട്ടെ എന്ന്. പക്ഷെ അത് വലിയ ദൂഷ്യത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് വീട്ടിലുള്ള മുതിർന്ന പൗരന്മാരോട് സംസാരിക്കുമ്പോൾ സാധിച്ചാൽ നിങ്ങൾ ശകലം കേൾക്കുന്ന രീതിയിൽ അത് കൺഫേം ചെയ്യുക. ചെറിയ ന്യൂനതകൾ കാണുമായിരിക്കും, ഒരു 5%, 10-15% ഉണ്ടെങ്കിൽ തന്നെയും അത് വലിയ കാര്യമാക്കേണ്ടത് അറിഞ്ഞ് വൈഫും പിള്ളേരും വീട്ടിലുള്ള ബന്ധുക്കളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അയാൾ നിത്യരോഗി അല്ലെങ്കിൽ അവസാനം കിട്ടുന്ന ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു പ്രത്യേക എൻവയറമെൻറ്റിൽ നിന്ന് സമാധാനമായ കുടുംബമാകുന്ന എൻവയറമെൻറ്റിൽ കടന്നെത്തുമ്പോൾ കിട്ടുന്ന ഈ പൊട്ടണമെന്നുള്ള PhD ഡിഗ്രി ഏറ്റുവാങ്ങാതിരിക്കുക. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് ഇങ്ങനെ കേൾക്കാത്ത കാര്യങ്ങളെ പൊട്ടനല്ലേ വല്ലതൊക്കെ വിളിച്ചു പറയും, എന്തെങ്കിലും ഈ ഭാര്യയോ ആരെന്തെങ്കിലും വിളിച്ചോ അങ്ങനെയൊക്കെ കേൾക്കത്ത എന്ന് പറയാനും കേൾക്കത്തൊന്നുമില്ല. ആ ഒരു ലെവലിലായി പോകണം. വെച്ചോ ഇത് എല്ലാ കുടുംബങ്ങളിലും ഇപ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് വീട്ടമ്മമാരും മക്കളോടും പറയുക, വീട്ടിൽ റിട്ടയർമെൻറ്റായി വരുന്നവരെ ഒന്ന് ശ്രദ്ധിക്കുക, അവരെ വെറും പൊട്ടനായി താഴ്ത്താതിരിക്കുക. അത് വളരെ ദോഷമുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പലരും മാനസികമായി ഇതിലൊത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അങ്ങർക്ക് ശരാശരി എന്ന് പറഞ്ഞാൽ കേൾക്കാമെന്നുള്ള കാര്യമാണ്. ഇതിൽ ഇവർ പതുക്കെ പറയൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു കുടുംബത്തിന് പറ്റിയൊരു ഒരു നല്ലൊരു കുടുംബത്തിൻ്റെ ലക്ഷണങ്ങളല്ല. അപ്പോൾ കഴിയുന്നതും ഓരോരുത്തർക്ക് ന്യൂനതകളുണ്ടാകും, പല ബുദ്ധിമുട്ടുകളുണ്ടാകും. അതിനെ കൂടുതൽ എക്സ്പോസ് ചെയ്യാൻ നമ്മുടെ പരിചരണം കൊണ്ട്, നമ്മുടെ സ്നേഹം കൊണ്ട്, നമ്മുടെ മറ്റു രീതിയിലുള്ള പല സപ്പോർട്ടിനും കൂടെ ഒരു രോഗി നിത്യരോഗിയാക്കാതിരിക്കാൻ സാധിക്കും. അവരെ നിത്യരോഗി ആക്കാനും സാധിക്കും. സോ ദയവ് ചെയ്ത് പ്ലീസ് ടേക്ക് കെയർ. എല്ലാ കുടുംബങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നാളെ അടുത്തൊരു വീഡിയോ വരും. ഇനി ഈ ഓർമ്മശക്തി നശിച്ചവരെക്കുറിച്ച് അവർക്കും വേണ്ടി വളരെ വയ്ക്കാൻ അടുത്തൊരു വീഡിയോ കൂടി നമുക്ക് ബന്ധപ്പെടാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം വീണ്ടും. എല്ലാവർക്കും നല്ലൊരു ദിവസം കൂടി നേർന്നുകൊണ്ട് അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. താങ്ക് യു.